കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള അവലോകനങ്ങളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ കേരളത്തിൽ സംഘടനാ സംവിധാനം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് രക്ഷപ്പെട്ടതെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. രാഹുലും പ്രിയങ്കയും കോൺഗ്രസ് മുഖമായി മാറുന്നുവെങ്കിലും മൊത്തം പ്രതിപക്ഷ മുഖമായി മാറാൻ അവർക്ക് ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നു വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ 1991 അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്ന കെ മോഹനൻ ദാരിയ മുന്നോട്ട് വെച്ച കോൺഗ്രസ് സംസ്കാരമുള്ളവരുടെ ഏകീകരണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കോൺഗ്രസിന്റെ ചരിത്രപരമായ പ്രാധാന്യം നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓർക്കുന്നില്ലേ ഭാരത പരിവർത്തനം കോൺഗ്രസിലൂടെ മാത്രമെന്ന് പരിവർത്തനവാദി പിള്ളേര് പറഞ്ഞത്? അതല്ലെങ്കിൽ പരിപാടികളുടെ അടിസ്ഥാനത്തിലുള്ള മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ ചില പരിപാടികൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നു താനും. മിക്ക സംസ്ഥാനങ്ങളിലും അതിരഞ്ജൻ ചൗധരിമാരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പട്ടം താണുപിള്ളയെയും അച്യുത മേനോനെയും കേന്ദ്രത്തിൽ ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രിയുമാക്കിയ നയചാതുര്യം കാണിക്കേണ്ട സമയമാണിത്. ജനതാ പാർട്ടി തരംഗം മാഞ്ഞു വീശുന്ന കാലത്ത് 16-ാം വയസ്സിൽ JP-യുടെ കാറിന്റെ ബോണറ്റിൽ കയറി പ്രതിഷേധ നൃത്തം ചവിട്ടിയ മമതാ ബാനർജിയുടെ പോരാട്ട വീര്യം ബംഗാളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല, മൊത്തം പ്രതിപക്ഷത്തിന് വേണ്ടതാണെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മത്സരിച്ച 5 സീറ്റ് നിലനിർത്തുകയും കൂടാതെ 6ാമത് BJP-യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തുവല്ലോ കോൺഗ്രസ്. ഏറെക്കാലത്തിന് ശേഷമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു AICC പ്രസിഡന്റ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ സംവിധാനം വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ മുതിർന്ന നേതാവായിട്ട് പോലും മല്ലികാർജുന ഖാർഗെക്ക് കഴിയുന്നില്ല എന്നത് വാസ്തവം. AICC സമ്മേളനത്തിന് കൊടിയുയർത്തി അധ്യക്ഷൻ ചെയ്യുന്ന പ്രസംഗത്തിന് രാജ്യം കാതോർത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നുള്ള AICC പ്രസിഡന്റ് എന്ന പിടിവാശിക്ക് രാഹുൽ ഗാന്ധി സ്വയം അയവ് വരുത്തുകയായിരുന്നു. പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നവർ പിന്നീട് സോണിയ, രാഹുൽ, പ്രിയങ്ക ത്രയത്തെ കാണേണ്ടതുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന പ്രവണതയാണിത്. ഇതിനേക്കാൾ കഷ്ടമാണ് BJP-യുടെ കാര്യം. അവിടെ പാർട്ടി പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ കീഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് BJP-യുടെ വീഴ്ചകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും കഴിയുന്നില്ല. ഇനിയിപ്പോ ദില്ലി, ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും കോൺഗ്രസ് പാഠങ്ങളൊക്കെ പഠിച്ച് കോൺഗ്രസിനെ പരിവർത്ത ശക്തിയാക്കി മാറ്റിയെടുക്കുമെന്ന് പ്രത്യാശിക്കാം.